PM വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി പോകുന്ന വഴിക്ക് ഒരു വണ്ടി കണ്ടു. ഈ കൊച്ചു വണ്ടി, നമ്മൾ സാധാരണ ആൾക്കാർ ഓടിക്കുന്ന വണ്ടിയല്ല, ഇത് ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഓടിക്കുന്ന വണ്ടിയാണ്. ഇദ്ദേഹം നല്ല സ്പീഡിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചത്. എൻ്റെ പേരെന്താ? എൻ്റെ പേര് കൃപേഷ് എന്നാണ്. കൃപേഷ് സ്ഥലം ഇവിടെ തന്നെയാണ്, തുരുത്തി തന്നെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഷെഫായിരുന്നു. ഞാനൊരു 5 years ആയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇഞ്ചറി ഉണ്ടായത്. യൂസ് ചെയ്യുന്നൊരു മോട്ടറൈസ്ഡ് വീൽ ചെയർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഫോൺ വേയിൽ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ബ്ലോയെ കണ്ടപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ നമ്മളിപ്പം സെൽഫായിട്ട് നമ്മളിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചമ്മന്തിപ്പൊടി, അച്ചാറ്, അങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഐറ്റംസ് അച്ചാർ ഐറ്റംസിലാണെങ്കിൽ മാങ്ങ, നാരങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, മീൻ, ബീഫ്, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെ മിക്സുകൾ, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. മാങ്ങ, ക്യാരറ്റ് മിക്സ്, അങ്ങനെയെല്ലാം ഓരോരോ വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നതനുസരിച്ച് ഇപ്പം നിങ്ങൾ നാളെ ചോദിക്കുക നമുക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാധനം ചെയ്ത് കൊടുക്കും. ഇടിയിറച്ചി നമ്മൾ ചോദിച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇടിയിറച്ചി ചോദിക്കും. ഇപ്പോൾ നാളെ പറയുകയാണ് പൊടിമീൻ ഫ്രൈ വേണം, 1 കിലോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിമീൻ ഫ്രൈ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും കൊണ്ടുപോകാനായിട്ടൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വണ്ടിക്ക് കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 30 കിലോമീറ്ററാണ് കിട്ടുന്നത്. ഒരു ഫുൾ ചാർജിൽ 30 കിലോമീറ്റർ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണം, നമുക്ക് ഇപ്പൊ നമുക്കിപ്പോൾ അറ്റാച്ച് ആയിട്ട് എവിടെ വേണം കയറി പോകാം. നമുക്കൊരു റാമ്പുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഇതുപോലെ ഇതാ കിടക്കുന്ന റാമ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ തന്നെയാണ് പോകണേ. ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നമ്മൾ തന്നെയാണ് പോകുന്നത്. തിരുവല്ല, ഇവിടെ നേരെ പോകും. തിരുവല്ല അത് ഇവിടുന്ന് ഇനിയൊരു 15 കിലോമീറ്ററിനുണ്ടാവും. ബാറ്ററി ഇതാണ്. ബാറ്ററി അത് ഞാൻ ജസ്റ്റ് ഒരു കവറപ്പ് ചെയ്തേക്കുന്നതാണ്. മഴ നനയുമ്പോഴത്തേനും ഒന്ന് ഇതാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് ചുമ്മാ വെച്ചേക്കുന്നുള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമില്ല, ചുമ്മാ ഒന്ന് ഇതായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നുള്ളൂ. ഇത് സംഭവം എന്ന് പറയാം, ഈ ലോക്കില്ലേ, ഈ ലോക്കിനകത്ത് സാധനം വന്ന് കയറി കിടക്കണം. നേരെ കയറുക, ലോക്ക് ചെയ്യുക, ഈ സൈഡ് ലോക്ക് ചെയ്യുക. സംഭവം ലോക്ക് ചെയ്ത് നമ്മൾ കംഫർട്ടബിളായി. ഓക്കെ, ഇനി നമ്മൾ വണ്ടിയുടെ ഈ ബ്രേക്ക് റിലീസ് ചെയ്യുക. പിന്നെ ഫുള്ള് നമ്മുടെ കയ്യിലാകും കാര്യങ്ങൾ. പിന്നെ നമ്മൾ കീ ഓണാക്കുക. ഇവിടെ കീ ഉണ്ടോ, ഇവിടെ നമ്മൾ കീ ഓണാക്കുക. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, നമ്മുടെ വണ്ടിയുടെ മീറ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. അതിൻ്റെ അവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. ആ പ്രസ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി സംഭവം ഓണായി കഴിഞ്ഞു. 67,000 കിലോമീറ്റർ വണ്ടി ഇവിടെ ഉണ്ട്. 6 മോഡുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യൂലേ, ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ പ്ലസ് ഒന്നുകൂടെ 1, +1, +2 മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇത് നേരെ ആ മോഡിലേക്ക് നമുക്ക് ഏത് മോഡിലാണ് കയറി പോകേണ്ടത് ആ മോഡിൽ നമുക്ക് കയറി പോകാൻ പറ്റും. ഒരു 3 മോഡാണ് വണ്ടിക്കുള്ളത്, +1, +2, +3. നമ്മൾ നോർമലായിട്ട് ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ മോഡലാണ് വണ്ടി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ നോർമൽ മോഡൽ വണ്ടി എടുക്കണം. പിന്നെ റിവേഴ്സ് വരുന്നത്, ഇതിപ്പോൾ റിവേഴ്സിന് ബട്ടൺ ഇതാണ്. ഇപ്പോൾ റിവേഴ്സ് ഇവിടെ പ്രസ് ചെയ്യുക, നമ്മളിവിടെ പവർ ബട്ടൺ കൊടുക്കുക. നേരെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ റിവേഴ്സ് വരും. ഇങ്ങനത്തെ ഒരു വണ്ടി വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നിയമോഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിയമോഷൻ അവരെ ഡയറക്റ്റ് കോൺടാക്ട് വേണം ചെയ്യേണ്ടത്. അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേനും പിന്നെ അവരെ നമുക്ക് അവരുടെ എസ്റ്റിമേറ്റ് അയച്ചു തരും. എസ്റ്റിമേറ്റ് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അവരുടെ മെഡിക്കൽ ടീം, മീൻസ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു വീൽ ചെയർ അല്ല വരുന്നത്. ഓരോരുത്തരുടെ ഫിക്സർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ഇഞ്ചുറി ലെവൽ അനുസരിച്ചായിരിക്കും വരുന്നത്. ഇപ്പം ഞാനിപ്പം ഇച്ചിരി തടിയുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി കുറവുള്ള ആളാണെങ്കിൽ അപ്പം ആ രീതിയിലായിരിക്കും വരുന്നത് വീൽ ചെയർ വരുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും സംഭവങ്ങൾ വരുന്നത്. അപ്പം
നമ്മൾ അവർക്ക് ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് മെഡിക്കൽ ടീം നമ്മളെ വിളിച്ച് വീഡിയോ കോൾ നമുക്ക് ചെയ്തിട്ട് അപ്പോൾ അവർ നമ്മുടെ ഫിക്സേഴ്സും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള വീൽ ചെയർ ഏതാണോ അത് പക്കയായിട്ട് അവർ ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ എമൗണ്ട് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുക. നമുക്ക് 1 lakh ആയിരുന്നു ഞാൻ എടുത്തപ്പോഴത്തേനും. 1 lakh പ്ലസ് 2000 rupees, അതായത് കാർഗോ ചാർജ്, കൊറിയർ ചാർജസ്. ഇത് ഈ ടയറിൻ്റെയാണ് പ്രശ്നം വേറെ വരുന്നത്. നമ്മൾ ഈ സൈക്കിൾ ടയർ വരുന്നുണ്ട്, ബാക്ക് ടയർ വരുന്നത്, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നോക്കണം. ഞാനെന്നൊക്കെ പറയാൻ മാക്സിമം യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു 3 പ്രാവശ്യം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 years ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു പാരലൈസ്ഡ് ആയിട്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു നമുക്ക് പെട്ടെന്നൊരു സംഭവം വന്നപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാനും തളർന്നു പോയി ഓൾറെഡി. ബട്ട് അവത്തിൽ നിന്നെല്ലാം നമ്മളൊന്ന് കവർ ചെയ്ത് കയറി നമ്മൾ മീൻസ് നമ്മുടെ വീട്ടുകാരെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ 3 പേരുടെ കൂട്ടിയിട്ട് തുടങ്ങുന്ന ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിലാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഞാൻ, അമ്മയും അച്ഛനും മാത്രം. ബ്രദർ ഉണ്ടായിരുന്നു, ഒരു 1 year ആയി പുള്ളിക്കൊരു സഡൻ അറ്റാക്ക് ആയിരുന്നു. പുള്ളിയായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പുള്ളിക്കൊരു സഡൻ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്കൊരു കാര്യങ്ങളൊക്കെ ചെയ്യണം തോന്നി. അങ്ങനെ പുള്ളിയുടെ പേരിലാണ്, പുള്ളിയുടെ പേര് കൃഷ്ണകുമാർ തന്നെ, കൃഷ്ണകുമാർ, നമ്മൾ അങ്ങനെ ഒരു സംഭവം തുടങ്ങി. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്കൊരു വീഴ്ച വന്നു, ഒരു തളർച്ച നമ്മളൊന്ന് വീണു, ജസ്റ്റ് അതിന് നമ്മൾ വീണു. എൻ്റെ അവസ്ഥ ഒന്ന് നോക്കി. ഞാനൊന്ന് വീണമെന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മനുഷ്യൻ പോലും ആരുമില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വരും. ആരും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം നമ്മൾ കയറി അങ്ങ് പോരുക എന്നുള്ളതാണ്. കയറി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു എൻഡല്ല. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മുടെ ഇതുകൊണ്ടൊന്നും ഒരു ജീവിതം തീർന്നു പോയി അല്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. മീൻസ് നമുക്കൊരു വിൽ പവർ ഉണ്ട്, മീൻസ് അപ്പോൺ ഗോഡ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കയറ്റി വിടാനുള്ള സീനാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ കയറി വന്നിരിക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പ്രതീക്ഷിതമായിട്ട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. വലിയൊരു അപകടം സംഭവിച്ചിട്ട് പോലും, അതായത് ഇതേ ഒരു ഷെഫായിട്ട് എവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടത്? തൊടുപുഴയായിരുന്നു. ഓക്കെ, തൊടുപുഴ മലബാർ വില്ലേജില് ഷെഫായിരുന്നു ഇദ്ദേഹം അവിടുത്തെ കോട്ടേഴ്സിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് അരക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുന്ന വ്യക്തിയാണതും. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ഇദ്ദേഹം. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. 5 വർഷമായല്ലേ? 5 വർഷമായി. എന്നിട്ടും തളരാതെ മുന്നേറുകയാണ്. ഇദ്ദേഹത്തിന് ചെറിയൊരു സംരംഭം കൂടെ ഉണ്ട്. അതായത് അച്ചാറ്, ബാക്കി കുറച്ച് ഐറ്റംസ് ഇദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ തന്നെ അതായത് ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ നാടുകളിലോട്ടൊക്കെ പോകുന്നവർക്ക് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഐറ്റംസാണ്. അതൊക്കെ ഇദ്ദേഹത്തെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം, വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹം കൊറിയർ ചെയ്ത് തരും. കൃഷ്ണ ഫുഡ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭവത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. നമ്മൾ കോട്ടയം ചങ്ങനാശ്ശേരി ഉള്ളവരൊക്കെ, അവിടെ ചങ്ങനാശ്ശേരിയില്ല, ഓൾ കേരള എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇതുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായി കണ്ടുപിടുന്നവരേക്ക് ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഓഫ്. ബൈ.